ഈ തെക്കൻ കേരളത്തിൽ വോട്ടെടുപ്പ് പുരോഗമിക്കുകയാണ്. 11% നിലവിലെ കണക്ക് വന്നിരിക്കുന്നത്. എന്താണ് നമുക്കൊരു പ്രതീക്ഷ വോട്ടെടുപ്പ് അത് പുരോഗമിക്കുമ്പോൾ? ഈ തെക്കൻ കേരളത്തിൽ കാണുന്ന ട്രെൻഡ് തിരുവനന്തപുരം, കൊല്ലം മേഖലകളിലും പിന്നെ മധ്യ തിരുവിതാംകൂറിലൊക്കെ കാണുന്ന ഒരു ട്രെൻഡ്, ഈ ഗവൺമെൻറ്റിൻ്റെ വിരുദ്ധ വികാരം സജീവമാണ്. UDF-ൽ കെട്ടുറപ്പോടെയുള്ള പ്രവർത്തനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. റിബലുകളുടെ എണ്ണം കുറവാണ്. ഇന്നലെയൊക്കെയുള്ള ഒരു നമ്മുടെ ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞാൽ എല്ലാ ജില്ലാ പഞ്ചായത്തുകളിലും വലിയ മുന്നേറ്റങ്ങളുണ്ടാകും. അപ്പോൾ ഐക്യജനാധിപത്യ മുന്നണിയുടെ ഒരു മുന്നേറ്റം നമുക്ക് തെക്കൻ കേരളത്തിൽ കാണാം. പ്രത്യേകിച്ച് എറണാകുളം ജില്ലയിലാണെങ്കിൽ എറണാകുളം ജില്ലയിൽ ഒരു മാസീവായിട്ടുള്ള ഒരു മാറ്റം നമുക്ക് കാണാൻ സാധിക്കും. ജില്ലാ പഞ്ചായത്തിൻ്റെ കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല, UDF-ന് ജയിക്കാനാണ് സാധ്യത. അതുപോലെ കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റികളെല്ലാം തന്നെ ബഹുഭൂരിപക്ഷം പഞ്ചായത്തുകളിലും മുന്നേറ്റമുണ്ടാകും. അപ്പോൾ അതൊരു ട്രെൻഡ് കാണുകയാണ്. അതായത് കേരളത്തിൻ്റെ കാറ്റ് ഐക്യജനാധിപത്യത്തിലേക്ക് അനുകൂലമായി വീശുന്നു എന്നുള്ളതാണ് സത്യം. ഈ കൊല്ലത്ത് ആദ്യഘട്ടത്തിൽ സ്ഥാനാർത്ഥി നിർണ്ണയവുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു UDF-ൽ. അത് പിന്നീട് പരിഹരിക്കപ്പെട്ടു എന്നുള്ളതാണ് നമുക്ക് അറിയുന്നത്. പിന്നീട് അതൊരു പ്രചരണവും മുന്നോട്ട് പോയപ്പോഴുണ്ടായിരുന്ന അവസ്ഥ. അത് തീർച്ചയായിട്ടും സ്ഥാനാർത്ഥി നിർണ്ണയമായിട്ട് ജില്ലാ പഞ്ചായത്തിലൊരു തർക്കമുണ്ടായിരുന്നു. ആ തർക്കത്തിന് ശേഷം DCC പ്രസിഡൻറ്റും PC വിശ്വനാഥും അതുപോലെ തന്നെ ഭാരതിപുരം ശശി, അതുപോലെ സ്ഥാനാർത്ഥി തന്നെ വേണുഗോപാലായിരുന്നു സ്ഥാനാർത്ഥിയാണെന്ന് പരിസരിച്ചത്. അദ്ദേഹം ഉൾപ്പെടെയുള്ള ആളുകൾ കൂടിയിരുന്നിട്ട് ആ വിഷയത്തിന് പരിഹാരം ഉണ്ടാക്കുകയും ഇപ്പോൾ ഞങ്ങളുടെ അഞ്ചൽ ബദറുദ്ദീൻ സ്ഥാനാർത്ഥിക്ക് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളുമായി മുന്നോട്ട് നിൽക്കുന്നത് വേണുഗോപാൽ തന്നെയാണ്. അപ്പോൾ വലിയ അത് UDF-ൻ്റെ ഒരു ഒത്തൊരുമ അവിടെ കാണുന്നുണ്ട്. കൊച്ചി കോർപ്പറേഷൻ തിരിച്ചു പിടിക്കുക എന്നുള്ളതായിരുന്നു UDF-ന്റെ പ്രധാന ലക്ഷ്യം എറണാകുളം ജില്ലയിൽ. തീർച്ചയായിട്ടും 3/2 ഭൂരിപക്ഷം ഉണ്ടാകും എന്നാണ് ഞങ്ങൾ കണക്കാക്കുന്നത് കൊച്ചിൻ കോർപ്പറേഷനിൽ. ചെറിയ ഭൂരിപക്ഷം ആയിരിക്കില്ല, 3/2 ഭൂരിപക്ഷത്തിൽ തന്നെ കൊച്ചിൻ കോർപ്പറേഷൻ പിടിക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്.